ദുബൈയിലും മറ്റ് വടക്കൻ എമിറേറ്റുകളിലും കെട്ടിക്കിടക്കുന്ന ഇന്ത്യൻ പാസ്പോർട്ട് അപേക്ഷകൾ ഓഗസ്റ്റ് 15-നകം തീർപ്പാക്കുമെന്ന് ദുബൈയിലെ പുതിയ ഇന്ത്യൻ കോൺസുൽ ജനറൽ ഡോക്ടർ MRD വിഷ്ണുവർദ്ധൻ റെഡ്ഡി. കോൺസുൽ ജനറലായി ചുമതലയേറ്റ ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തൽക്കാല അപേക്ഷകൾ ആദ്യം തീർപ്പാക്കും, തുടർന്ന് പാസ്പോർട്ട് അപേക്ഷയിലെ കാലതാമസം ഒഴിവാക്കി സാധാരണ നിലയിലെത്തിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഷിനോജ് ഷംസുദ്ദീൻ വിശദാംശങ്ങളുമായി. ഷിനോജ്, ഈ പാസ്പോർട്ട് അപേക്ഷകൾ കെട്ടിക്കിടക്കുന്നത് വലിയ പ്രയാസം പ്രവാസികൾക്കുണ്ടാക്കുന്നുണ്ട്. അതിലൊരു തീർപ്പുണ്ടാക്കാൻ എന്തെല്ലാം ഇടപെടലുകളാണ് പുതുതായി നടത്താൻ കഴിയുക? സൈഫു, കഴിഞ്ഞ ഒരു മാസമായി പല കാരണങ്ങളാൽ UAE-യിലെ ഇന്ത്യൻ പാസ്പോർട്ട് സേവനം മുടങ്ങുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഇത് കോടതി നടപടികളുടെ ഭാഗമായി ഒരു സേവന കേന്ദ്രങ്ങളിലേക്ക് ഇത് നൽകാനായി കഴിയാത്ത അവസ്ഥയുണ്ടായി. അതുകൊണ്ട് തന്നെ നിരവധി പാസ്പോർട്ട് അപേക്ഷകൾ കെട്ടിക്കിടക്കുന്ന ഒരു സാഹചര്യം UAE-യിൽ നിലവിലുണ്ട്. ഇത് പുതുതായി ചുമതലയേറ്റ കോൺസുൽ ജനറലിനോട് ഇന്ന് മാധ്യമപ്രവർത്തകർ ശ്രദ്ധയിൽപ്പെടുത്തിയതോടുകൂടിയാണ് ഈ സ്വാതന്ത്ര്യ ദിനത്തിന് മുന്നോടിയായി ഉണ്ടാക്കുമെന്നുള്ള ഉറപ്പ് അദ്ദേഹം നൽകിയത്. തൽക്കാൽ പാസ്പോർട്ടുകളായിരിക്കും ആദ്യം തീർപ്പാക്കുക. അതിനുശേഷം സ്ഥിരമായിട്ടുള്ള കാലതാമസം ആ നിലയിലേക്ക് ഈ പാസ്പോർട്ട് നടപടിക്രമങ്ങൾ കൊണ്ടുവരും എന്നാണ് അദ്ദേഹം അറിയിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ അദ്ദേഹം നൽകുന്ന മറ്റൊരു നിർദ്ദേശം എന്ന് പറയുന്നത് അനധികൃത കേന്ദ്രങ്ങളിലേക്ക് പാസ്പോർട്ട് അപേക്ഷയ്ക്കായി അപേക്ഷകർ സമീപിക്കരുത് എന്നൊരു നിർദ്ദേശം അദ്ദേഹം മുന്നോട്ട് വെക്കുന്നുണ്ട്. പ്രത്യേകിച്ച് UAE-യിൽ ഈ ഇതിലേക്കുള്ള പ്രവേശനം വേഗത്തിലാക്കാം എന്ന് പറഞ്ഞ് പല ടൈപ്പിംഗ് സെന്ററുകളും വൻതുക അപേക്ഷകരിൽ നിന്ന് ഈടാക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇതിന്റെ ആവശ്യമില്ല, നേരിട്ട് അൽഹിന്ദിന്റെ കേന്ദ്രങ്ങളിലേക്ക് അപേക്ഷകർ എത്തിയാൽ മതി എന്നുള്ളൊരു നിർദ്ദേശവും അദ്ദേഹം നൽകിയിട്ടുണ്ട്. ഇത് ശ്രദ്ധിക്കാനായി എല്ലാ പ്രവാസികളും ജാഗ്രത പുലർത്തണം എന്നുള്ളൊരു നിർദ്ദേശവും പുതിയ കോൺസുൽ ജനറൽ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 80ാമത്തെ സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൻ്റെ വിശദാംശങ്ങളും അദ്ദേഹം ഇന്ന് പങ്കുവച്ചു. കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ചിട്ടുള്ള വിവിധ ആഘോഷ പരിപാടികൾ UAE-യിലും സെൽഫിയായും ക്വിസ് പരിപാടിയായും അതുപോലെ തന്നെ വിവിധ കേന്ദ്രങ്ങളിൽ പതാക ഉയർത്തുന്ന പ്രതീകാത്മകമായി പതാക ഉയർത്തുന്ന പദ്ധതികളുമായി ഇന്ത്യയുടെ 80ാം സ്വാതന്ത്ര്യ ദിനാഘോഷം വിപുലമായി UAE-യിൽ ആഘോഷിക്കുമെന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. സൈഫു.